ഇത് ഒരുപാട് ദിവസം മുൻപുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. വീട് വരെ പോയതാണ് ഉണ്ണികളെ കാണാൻ. പക്ഷെ ഉണ്ണികൾ ഉണ്ടായിരുന്നില്ല. അപ്പൊ പിന്നെ അവിടെ കുറച്ചു നേരം ഇരുന്ന് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഒരുപാട് പൂച്ചകൾ ഉണ്ടായിരുന്നു കേട്ടോ. പൂച്ചകളെ കണ്ടപ്പോൾ പാറമോൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പക്ഷെ എനിക്ക് പേടിയാണ്. കാരണം അച്ചുമോന്റെ ചെറുപ്പത്തിൽ ഇവിടെ വെച്ച് തന്നെ ഒരു പൂച്ചയുടെ മാന്ത് കെട്ടി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വീട് എത്തിയപ്പോൾ ആ മുടിയൊക്കെ ഇതുപോലെ കെട്ടി വെച്ചിട്ട് അങ്ങനെ കെട്ടിവെച്ചാൽ പ്രത്യേക ഒരു സുഖമാണ്. അങ്ങനെ പൂച്ചക്കുട്ടികൾക്ക് ചോറ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് പാറമോൾ ഒരു പ്ലേറ്റിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. പക്ഷെ കയ്യിൽ ചോറ് കാണുമ്പോൾ പൂച്ചക്കുട്ടികൾ കൈമയ്ക്ക് വരികയാണ്. അപ്പൊ ഞാൻ പാറുവിനോട് പറഞ്ഞു അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ പാറു, അങ്ങനെ അരുത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന പൂച്ചയ്ക്ക് ഞാൻ ചോറിട്ട് കൊടുത്തു കേട്ടോ. പാറുമോൾ ഇടാൻ നോക്കുന്നുണ്ട്. പക്ഷെ പൂച്ച വരുമ്പോൾ പാറുമോൾക്ക് പേടിയാവുകയാണ്. അങ്ങനെ അതിന് ചോറൊക്കെ ഇട്ട് കൊടുത്തു. നല്ല മഴയത്ത് കിണറിൻ്റെ ഈ കാല് ഇടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ കിണറ്റിലേക്ക് നോക്കിയപ്പോൾ അതിന്റെ അരുത്തൊരു കുഞ്ഞ് തവള ഇരിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് കുഴിയാനകളുടെ ഈ കുഴി കണ്ടത് കേട്ടോ. പാറുമോളോട് ഞാൻ പറയായിരുന്നു ചെറുപ്പത്തിൽ ഞങ്ങളിങ്ങനെ കുഴിയാനകൾ എടുത്ത് കയ്യിലിട്ട് കളിക്കും എന്നുള്ളത് കേട്ടോ. പക്ഷെ പാറു കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഈ കുഴിയിൽ നിന്നൊരു കുഴിയാനേനെ തോണ്ടി പുറത്തെടുത്തു. അങ്ങനെ പാറുമോൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. നല്ല രസമുണ്ട്. അങ്ങനെ പാറുവിന്റെ കയ്യിൽ കുറച്ച് മണ്ണിട്ടിട്ട് അതിൽ ഞാൻ ഈ കുഴിയാനെ ഇങ്ങനെ വെച്ചു കൊടുത്തു കേട്ടോ. നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കളിക്കുമ്പോൾ കുഴിയാന അതിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വരും. നല്ല രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ പാറുവിന്റെ കയ്യിൽ നിന്ന് ഇട്ടപ്പോൾ പാറുവിന് കിക്കിലായിട്ട് വയ്യാട്ടെ. നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിനൊക്കെ ഇട്ടിട്ട് ഞാൻ പാറുവിനോട് പറഞ്ഞു പാവല്ല പാറു, അതിനെ തിരിച്ച് നമുക്ക് കുഴിയിൽ തന്നെ ഇടാന്ന്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ അതിനെ തിരിച്ച് അതിൽ തന്നെ ഇട്ട് മൂടിയിട്ടു കേട്ടോ. ഇനി നമുക്ക് ചോറുണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ചോറൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ തിരിച്ചു പോരാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെ കുറെ ഫോട്ടോ. ഇത് ഞാനും ശ്രീചേട്ടൻ അച്ചുമോനാണ് കേട്ടോ. ആ ഒരു ചെറിയ ഫോട്ടോ ആണ് കണ്ട. അച്ചുമോന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആണ് ഇത്. അതുപോലെ തന്നെ എൻ്റെ അതുമോളും കിച്ചുമോനും ഉണ്ട് കേട്ടോ. അവരുടെ ഫോട്ടോ ഇതാണ്. അപ്പൊ ഇതൊക്കെ കാണിക്കുന്ന കണ്ടപ്പോൾ അമ്മ കുറച്ച് പഴയ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പൊ എൻ്റെ പഴയ ഫോട്ടോ, അച്ഛൻ്റെ പഴയ ഫോട്ടോ, ചേട്ടൻ്റെ പഴയ ഫോട്ടോ, അമ്മയുടെ പഴയ ഫോട്ടോ, ഇത്രയും ഫോട്ടോസ് അതിൽ വെച്ചിട്ട് അമ്മ കാണിച്ചു തരികയാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ എല്ലാവരും പഴയതും പുതിയതൊക്കെ ആയ ഫോട്ടോ ഉണ്ട്. ഈ ഒരു ചെടി പാറുമോൾ അച്ഛനെ തല്ലാൻ വേണ്ടി പറിച്ചെടുത്തതാണ് കേട്ടോ. അവസാനം ആ ചെടി കുപ്പിയിലും വെച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ ദേ അവിടെ പൊന്നൂട്ടനും അവനും സരസേച്ചിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നിട്ട് അവരോട് ടാറ്റയും പറഞ്ഞ് നമ്മൾ തിരിച്ചു പോന്നു. പക്ഷെ ഉണ്ണികളെ കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ. ഇനി നമുക്ക് വേറൊരു ദിവസം വരാം. അപ്പൊ എന്തായാലും ഈ ചെടി കൊണ്ടുപോയി നമുക്ക് പട്ടിക്കാട് കുഴിച്ചിടാം.